നമസ്കാരം. ഓൺലൈനിലൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് നിരവധി ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. പേഴ്സണലി എനിക്ക് കോൺടാക്റ്റ് ഉള്ള ആൾക്കാരോട് ഞാൻ എന്ത് ചെയ്യും, ഫോൺ വിളിക്കുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട്, ഒരു സംശയം വേണ്ട, ദാറ്റ് ഈസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾ ഗൂഗിളിനകത്ത് ജസ്റ്റ് യൂട്യൂബിലൊക്കെ കയറിയിട്ട് എൻ്റർ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് മനസ്സിലാവും ലക്ഷങ്ങളും കോടികളൊക്കെ വരുമാനം മാസങ്ങളിലും ദിവസങ്ങളിലും വർഷങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് അനേകം ആൾക്കാരുണ്ട്. പലപ്പോഴും അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ കമ്പനികളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം, അതിൽ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം, കൺസിസ്റ്റൻസി ഇല്ലാത്ത പ്രശ്നം, കൃത്യമായിട്ടുള്ള പ്രോപ്പർ നോളജ് ഇല്ലാത്ത പ്രശ്നം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം സ്പെൻഡ് ചെയ്യാത്ത പ്രശ്നം, ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് കൊണ്ട് നമുക്കിതിൽ സക്സസ് ആവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ആ സക്സസ് ആവാത്ത ആൾക്കാർക്കും അറിയാം ഇത് വലിയ ഒരു മേഖലയാണ്, വലിയൊരു സമുദ്രമാണ്, പണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദ്രം. ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സാധാരണ PSCക്കൊക്കെ പഠിക്കുന്ന ആ ഒരു സമയം, കുറച്ച് സമയം എടുത്തിട്ട് ഈ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ ഗവേഷണം നടത്തിയാൽ പോലും ആ ഗവേഷണം അവസാനിക്കുന്ന സമയത്ത് അവന് ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയിട്ട് ഒരു വ്യക്തിയായിട്ട് മാറുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കമില്ല, നല്ലൊരു റിച്ചസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറും. ഇങ്ങനെ നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ ശോഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച 3 വെബ്സൈറ്റുകളാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. 3 അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റം വഴിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത്, ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. നമ്പർ 1 എന്ന് പറയുന്നത് ആമസോൺ അസോസിയേറ്റ് ആണ്. ആമസോൺ കമ്പനിയെ കുറിച്ച് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയേണ്ട, ലോകവ്യാപകമായിട്ടുള്ള വലിയ ഇ-കോമേഴ്സ് ഭീമനാണ്. എല്ലാ രാജ്യങ്ങളിലും ആമസോൺ ഉണ്ട്. എല്ലാ രാജ്യങ്ങളിലും ആമസോണിൻ്റെ പല പ്രോഡക്റ്റുകളും സർവീസസ് ആൾക്കാർ വാങ്ങിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ആമസോൺ എന്ന് പറയുന്നത്. പല സർവീസസ് ആമസോണിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആമസോണിൽ ഈ ബണ്ടിൽ ഓഫ് പ്രോഡക്റ്റിൻ്റെ അഫിലിയേറ്ററായിട്ട് നമ്മൾ വർക്ക് ചെയ്യാം. നമ്മളതിൻ്റെ ലിങ്ക്സ് നമ്മൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സെർട്ടൈൻ കമ്മീഷൻ നമുക്ക് കിട്ടുന്നു. അങ്ങനെ റെക്കറിങ് കമ്മീഷൻ കിട്ടുന്നു. കിട്ടി അത് നമ്മുടെ സെയിൽസ്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ വരുമാനം കിട്ടുന്നു. ഈ ഇടയ്ക്ക് പല ഇൻഫ്ലുവൻസർമാരും ഇന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ, ഫ്രീ ആണ്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റുകൾ നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ ഐറ്റമും വളരെ ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് പല സമയത്തും കിട്ടും. അതിൻ്റെ കൂപ്പൺ കോഡ് ആ ഗ്രൂപ്പിനകത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞ് പല വീഡിയോകൾ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരെ ഗ്രൂപ്പിലേക്ക് എത്തിക്കുക. പല പ്രോഡക്റ്റുകൾ ആമസോണിൽ ഓഫർ വരുന്ന സമയത്ത് അത് പിക്ക് ചെയ്ത് കൃത്യമായിട്ട് അവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യുമ്പോൾ ഇതൊരു അവരുടെ അഫിലിയേറ്റ് ലിങ്കാണ്. ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയവൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ്. ആ അഫിലിയേറ്റ് ലിങ്ക് വഴിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓഫർ ലഭിക്കും. ഓഫർ ലഭിക്കുക തന്നെ ചെയ്യും. ആ ഓഫർ ലഭിക്കുന്നതിനോടൊപ്പം ഈ ഒരു മെമ്പർക്ക് ആ ഒരു കമ്മീഷൻ കൂടി ജനറേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു 1000 പേര് ഡെയിലി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ അവൻ്റെ കമ്മീഷൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, അമേസിങ് ആയിരിക്കും. അപ്പോൾ വലിയ വലിയ ഇൻഫ്ലുവൻസർമാരെ വെച്ചിട്ട് ഇവന്മാർ വീഡിയോ ചെയ്യിപ്പിക്കണമെന്ന് ആലോചിച്ച് നോക്കുക. ഇവന്മാരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളും കോടികളൊക്കെ ആയിരിക്കും വരുമാനം. അത്രയും വലിയ രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരുപാട് ടീം ഉണ്ട്. അവരുടെ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ആമസോൺ അസോസിയേറ്റ്. ഇവിടെ സൈനപ്പ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. റെക്കമെൻഡഡ് പ്രോഡക്ട്സ് ആൻഡ് അഡ്വർടൈസിംഗ് ഫീസ് എന്ന് പറഞ്ഞ് കാണാം. സൈനപ്പ് ചെയ്യാൻ റെക്കമെൻഡഡ് ഏർണിങ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഏൺ അപ് ടു 10% അഫിലിയേറ്റ് ഫീ ഫ്രം ക്വാളിഫയിങ് പർച്ചേസ് ആൻഡ് പ്രോഗ്രാംസ്. ഫുൾ ഡീറ്റെയിൽ എന്ന് ജസ്റ്റ് ഇതിനകത്ത് കയറിയാൽ മതി. ആമസോൺ അഫിലിയേറ്റ് എന്ന് അടിക്കുക, സ്പേസ് ഇട്ട് ഒരു വിനീഷ് രോണി അടിച്ച എൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മാത്രം. നമ്പർ 2 എന്ന് പറയുന്നത് ക്ലിക്ക് ബാങ്ക് ആണ്. ക്ലിക്ക് ബാങ്ക് എന്ന് പറയുന്നത് ഒരു വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു വലിയ കമ്പനിയാണ്. വലിയ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു US ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. US ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അധികം ഇവർ ഫോളോ ചെയ്യുന്നത്. വലിയ കമ്മീഷൻ കിട്ടുന്ന പ്രോഡക്റ്റുകൾ, ലൈക്ക് ഒരു പ്രോഡക്റ്റ് സെല് ചെയ്ത് കഴിഞ്ഞാൽ 10,000, 15,000, 20,000 രൂപയൊക്കെ കമ്മീഷൻ കിട്ടും. ഇത്രയും വലിയ പ്രോഡക്റ്റുകൾ, കമ്മീഷൻ കിട്ടുന്ന പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നമുക്കിത് ഒരു സാധാരണ ഓർഗാനിക് ലെവലിൽ നമ്മുടെ ഇപ്പോൾ കുറേ ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താലോ, കുറേ ടെലഗ്രാം ഉണ്ട്, അതിൽ ഷെയർ ചെയ്താലോ, യൂട്യൂബിൽ വീഡിയോ ഇട്ടാലോ ഒന്നും പെട്ടെന്ന് ഇതൊന്നും കൺവേർട്ട് ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഈ ക്ലിക്ക് ബാങ്കിലെ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് പെയ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് ആണ്. അപ്പോൾ പെയ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു ആഡ് റൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആഡ് അക്കൗണ്ട് തന്നെ സസ്പെൻഡ് ആവും. കാരണം ഗൂഗിൾ ചിലപ്പോൾ അപ്രൂവ് ചെയ്യാത്ത പല പരസ്യങ്ങളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ മെറ്റ അപ്രൂവ് ചെയ്യാത്ത പല പരസ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ചില ഡ്രഗും റെമഡീസും ഇങ്ങനത്തെ എല്ലാം പല റൂൾസും റെഗുലേഷൻസൊക്കെ യൂട്യൂബിനും ഗൂഗിളിനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു ഓഫറിങ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ സസ്പെൻഡ് ആയി പോകും. സസ്പെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത് നന്നായിട്ട് ഡീപ്പായിട്ട് പഠിക്കുക എന്നാണ്. എന്താണ് അതിൻ്റെ മെത്തഡോളജി, എങ്ങനെയാണ് ആ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെ മറ്റുള്ളവർ അത് ചെയ്യുന്നു, എങ്ങനെ മറ്റുള്ളവർ അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്. ലൈക്ക് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ
എല്ലാ വർഷവും ഈ ക്ലിക്ക് ബാങ്കിൻ്റെ പ്ലാറ്റിനം അവാർഡ് വാങ്ങിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഒരാളും പ്ലാറ്റിനം അവാർഡ് വാങ്ങിച്ചിട്ടില്ല. എന്താ കാര്യം എന്നറിയോ? കേരളത്തിലെ ആൾക്കാർ ഇത്തരത്തിലുള്ള ഡീപ്പ് സ്റ്റഡി നടത്തുന്നില്ല. എൻ്റെയൊക്കെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താ പറയുക, ഈ PSC ഒക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ഗവേഷണം നടത്തുക, ഡ്രോപ്പ് ഷിപ്പിംഗിൽ ഗവേഷണം നടത്തുക, ഇ-കോമേഴ്സിൽ നടത്തുക, ഡിജിറ്റൽ പ്രൊഡക്റ്റ് നടത്തുക, ബ്ലോഗിങ്ങിൽ നടത്തുക, യൂട്യൂബിൽ നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് ജീവിതകാലം വരെ വരുമാനം കിട്ടും, ഭയങ്കര സെറ്റാവാൻ പറ്റും. പക്ഷേ പലർക്കും ഇതിനൊന്നും ഒരു ഇതില്ല, ഗ്യാരണ്ടി, സീലടിച്ച് ഗ്യാരണ്ടി തരില്ല. സർക്കാർ ജോലി എപ്പോഴും ഗ്യാരണ്ടിയാണ്. നമുക്ക് അവസാന കാലം വരെ ജോലി ഉണ്ടാവും, അവസാന കാലം വരെ വരുമാനം കിട്ടും. കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നമ്മൾ ബഹുമാനിച്ച് വളരെ റെസ്പെക്റ്റോടെ നിന്നാൽ അവസാനം വരെ ജോലി ചെയ്യാം, പ്രൊമോഷനും കിട്ടുമെന്നുള്ള ധാരണ കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഓർക്കുക, നമ്മുടെ ജീവിതത്തിലുള്ള സ്വപ്നങ്ങളൊന്നും നിറവേറ്റാൻ നമുക്ക് പറ്റില്ല ഇത്തരത്തിലുള്ള കാര്യം കൊണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഡീപ്പായിട്ട് പഠിക്കുക. ഇതൊന്നും ഈ ക്ലിക്ക് ബാങ്കിൻ്റെ കേസിൽ മാത്രം കുറച്ച് ഡീപ്പായിട്ടുള്ള ലേണിംഗ് വേണം. മീൻസ് ഒരു 3, 4, 5 ഒരു ചിലപ്പോൾ 1 ഇയർ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. ഒരു വർഷമൊക്കെ ഇരുന്ന് നമ്മൾ ഡീറ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിക്കണം. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഒരുപാട് പൈസ നമുക്ക് ചിലപ്പോൾ മീൻസ് ഒരു 10, 5 ലക്ഷം രൂപയൊക്കെ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇനി നല്ല ബുദ്ധിമാന്മാരായ ആൾക്കാർ സ്ട്രാറ്റജിക്കായിട്ട് നന്നായിട്ട് ഈ PSC ഒക്കെ വളരെ സിമ്പിളായിട്ട് സ്ക്രാച്ച് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിൽ വെൽ പ്ലാൻ ചെയ്ത് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു 1 or 2 ലാഖൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അഡ്വർടൈസിങ് സ്പെൻഡ് ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് എക്സ്പെർട്ടൈസ് ആവുള്ളൂ. എക്സ്പെർട്ടൈസ് ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10,000 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് 2, 3, 5 ലക്ഷം രൂപയൊക്കെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് വലിയ എമൗണ്ട്, കുറച്ച് പൈസ ഇട്ട് ഒരു 10 ഇരട്ടി പൈസ കൊയ്യുന്ന ഒരു വലിയ ഒരു ഇൻഡസ്ട്രിയാണ്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ലിക്ക് ബാങ്ക് അഫിലിയേറ്റ് ടോപ്പ് ഏണർ എന്നൊക്കെ അടിച്ചു പോകുക യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഓരോരുത്തരുടെ പേയ്മെൻറ്റ് പ്രൂഫ് കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകും. നമ്പർ 3 എന്ന് പറഞ്ഞാൽ CJ അഫിലിയേറ്റ് ആണ്. ഇത് വലിയ ഭയാനകമായിട്ടുള്ള സംഭവമല്ല. CJ അഫിലിയേറ്റ് ഒരുപാട് പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല പ്രോഡക്റ്റുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഇതിന് പല ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ പുറത്തുള്ള UAE, സൗദി അറേബ്യ, UK, US ഇങ്ങനെയുള്ള എല്ലാ തലങ്ങളിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് അതത് കൺട്രീസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അങ്ങനെയുള്ള കുറേ പ്രോഡക്റ്റ്സാണ്, ബേസിക് ആയിട്ടുള്ള പ്രോഡക്റ്റൊക്കെയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ക്ലിക്ക് ബാങ്കിനകത്തുള്ള ഹൈ എൻഡ് പ്രോഡക്റ്റുകളാണ്, പല സ്പിരിച്വാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ. പിന്നെ അതുപോലെ തന്നെ ഒരു സംതിങ് കുറച്ച് പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല വയറൊക്കെ ഉള്ള ആൾക്കാർക്ക്, അതൊക്കെ ഫാറ്റ് വയറൊക്കെ ഉള്ളവർക്ക് അതൊക്കെ കുറക്കാൻ പറ്റും. അങ്ങനെയുള്ള പലതരത്തിലുള്ള പരിപാടികളൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്കി ഓറിയൻറ്റഡും കുറേ ഡീപ്പ് ലേണിംഗ് ആവശ്യമുള്ളതും ഡീപ്പായിട്ടുള്ള സ്റ്റഡി നടത്തേണ്ട, റിസർച്ച് നടത്തേണ്ടതൊക്കെ ഒരു ടോപ്പിക്കാണ് ക്ലിക്ക് ബാങ്ക് മാത്രം. വരുമാനവും അതേപോലെ തന്നെ നമുക്ക് ഒരു 10, 20, 100 ടൈംസ് കൂടുതൽ നമുക്ക് വരുമാനവും കിട്ടും. 3 അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ഞാൻ പരിചയപ്പെടുത്തത്. ഇത് കൂടാതെ ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെബ്സൈറ്റുകളുണ്ട്. ഉള്ളതിലെ ടോപ്പ് 3 ആണ്. ഇനിയും ഒരുപാട് എണ്ണം ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോകൾ വിശദമായിട്ട് പിന്നീട് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാം. ഇതുപോലുള്ള കൂടുതലായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.